ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലെ പോലെയല്ല അല്ലേ. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് വരിക, എന്താ വരിക, ഏതാ ഒന്നും അറിയാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രായമാകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറുപ്പകാലം, അതായത് നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം നമുക്ക് അങ്ങനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു കാര്യത്തെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കണില്ല. നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു, അല്ലെങ്കിൽ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെ ഓടി നടന്ന് ചെയ്യുന്ന ഒരു കാലം അല്ലേ. അപ്പോൾ പണികളൊക്കെ ഓടി നടന്ന് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. പക്ഷെ ചില സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും, അതായത് വീട്ടിലെ അച്ഛനാണെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിലും, അവർ ചെറുപ്പത്തിൽ ചെയ്ത ആ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതേ കൃത്യത തന്നെ മക്കളും പരിപാലിച്ച് പോരണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ മക്കൾക്ക് അത് ഇഷ്ടപ്പെടില്ല അല്ലേ. അപ്പം നമ്മൾ പ്രായമാകുമ്പോൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രായം നമുക്ക് കടന്നു പോയി നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ കീഴിൽ, അതായത് നമ്മുടെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ മരുമക്കളാണെങ്കിലും ആരാ നമ്മളെ നോക്കുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ. എന്തായാലും അസുഖങ്ങളൊക്കെ വരാതിരിക്കട്ടെ, നന്നായി ഇരിക്കാൻ എല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കാൻ തന്നെയാണ് ആഗ്രഹം അല്ലേ. പക്ഷെ മനുഷ്യനല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമല്ലേ, ഏത് രീതിയിലാണ് സംഭവിക്കുക നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥകൾ പണ്ട് കാലങ്ങളെ പോലെയല്ല. ഇന്ന് നമുക്ക് ഓരോരുത്തരുടെയും അവസ്ഥകളും അല്ലെങ്കിൽ ഓരോ രോഗങ്ങളും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ പേടി തന്നെയാണ് അല്ലേ. പണ്ട് ചിഹ്നം കൂടുക എന്ന് പറയും സോഡിയം, ഇപ്പോൾ അത് സോഡിയം കുറയാണ്. അപ്പോൾ ഒരുവിധം പ്രായം വന്നവർക്കെല്ലാം ഇന്നിപ്പോൾ സോഡിയം കുറയുന്നുണ്ട്, ഓർമ്മക്കുറവ് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിൽ മിനറൽസും അതുപോലെ തന്നെ ഇങ്ങനെ വൈറ്റമിനുകളും ഇന്നിങ്ങനെയൊക്കെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലും ഇപ്പോഴാണ് അല്ലേ. പണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം മാഗ്നീഷ്യത്തിൻ്റെ കുറവ്, സോഡിയത്തിൻ്റെ കുറവ്, പൊട്ടാസ്യത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ കുറവ് എന്നല്ല, ഈ സാധനങ്ങളുടെ കുറവ് എന്നല്ല, ഇതുപോലുള്ള കുറവുകളും കൂടുതലുകളും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. HB അടക്കം ആൾക്കാർക്ക് കൂടിയിട്ട് ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ഒരവസ്ഥ. അപ്പോൾ ഓരോ രീതിയിലും നമ്മളിങ്ങനെ കടന്നു പോവാതെ എന്താ ഏതാന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ഞങ്ങളുടെ റിലേഷനിലുള്ള ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, പണ്ട് കാലത്തെ പോലെയല്ല, ഇന്നിപ്പോൾ എല്ലാം പേടിക്കണം. അപ്പോൾ എന്നോട് ഇപ്പോൾ അമ്മയുടെ കാര്യം പറയുമ്പോൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പേടിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പറയണത് ശരിയാണ്. നമ്മുടെ ഒരു നിമിഷം നമ്മുടെ കണ്ണ് തെറ്റി അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലോ ഒന്ന് പേടികൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഏത് സമയം അവരെ തന്നെ ശ്രദ്ധിക്കുന്നതും നോക്കുന്നതും. അത് ശരിയാണ്. പക്ഷെ അറിയുന്നവർക്കേ അതറിയുള്ളൂ, അല്ലെങ്കിൽ നോക്കുന്നവർക്കേ അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് ഒന്നും അറിയില്ല. എന്തിനാ അത്ര ടെൻഷൻ അടിക്കണേന്ന് മാത്രമേ എല്ലാവരും ചോദിക്കുള്ളൂ. ശരിയാണ്, എല്ലാവരും നമ്മളോട് ചോദിക്കും എന്തിനാ ടെൻഷൻ അടിക്കണേ. നമുക്കറിയാം ജനിച്ചാൽ നമ്മൾ മരിക്കും, അതിപ്പോൾ ചെറുപ്പും വലുപ്പം ഒന്നും അതിലില്ല അല്ലേ. ആർക്കാണ് എങ്ങനെയാണ് എന്താ സംഭവിക്കുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാലും അസുഖമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പാകപ്പിഴ കൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു നേരത്തെ അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു നിമിഷം അവരെ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് അല്ലേ. കാരണം സോഡിയം കുറയുക, ഇയർ ബാലൻസിൻ്റെ വ്യത്യാസം, അതുപോലെ മറ്റ് പല അസുഖങ്ങൾ, ഇൻഫെക്ഷനുകൾ പല രീതിയിൽ, അപ്പോൾ അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ സുഖമില്ലാതെയായി എന്ന് പറഞ്ഞാൽ ആ ആളെ നമുക്ക് ഭക്ഷണം കൊടുത്തു, നേരത്തെ മരുന്ന് കൊടുത്തിട്ട് അവിടെ കടത്തിയിട്ട് നമുക്ക് ബാക്കി പണികൾ നോക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത്രമാത്രം നമുക്ക് വിവരമുള്ളൂ. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, പലവിധ രോഗങ്ങളെ കൊണ്ട്, പലവിധ കാരണങ്ങളെ കൊണ്ട് അസുഖങ്ങൾ സംഭവിച്ചു പോവുകയാണ്. അപ്പോൾ എന്താ ഏതാ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾക്ക് ഏത് നേരം നമ്മൾ ശ്രദ്ധിക്കുകയാണ്, പിന്നെ എപ്പോഴാണ് കൊണ്ട് ഓടേണ്ടി വരിക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു ശ്രദ്ധയും അല്ലെങ്കിൽ ആ ഒരു ടെൻഷനും നമുക്കുണ്ടായിരിക്കില്ല, ഒരു ഭയം നമുക്കുണ്ടായിരിക്കും, ഒരു ഉൾഭയം. അത് അങ്ങനെ സംഭവിക്കുന്നവർക്കാണ്, അല്ലാത്തവർക്ക് അതറിയില്ല. അപ്പോൾ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഒരു പരിധി വരെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടാവുകയാണ്. അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അല്ലെങ്കിൽ ആരായിക്കോട്ടെ, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം ആകുമ്പോൾ കൂട്ടുകുടുംബത്തിൽ പല വ്യക്തികൾ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ അടുക്കളപ്പണി ചെയ്യും, ഒരാൾ പുറം പണികൾ ചെയ്യും, ഒരാൾ പാത്രങ്ങൾ കഴുകും, ഒരാൾ തുണികൾ കഴുകും, ഒരാൾ വയ്യാതിരിക്കുന്ന രോഗി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗിയോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഇന്നിപ്പോൾ അങ്ങനെയല്ല.
പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ അയൽപക്കത്തുള്ളവർ നമ്മുടെ വീട്ടിലേക്ക് വരും, കുറച്ച് സമയം ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കൂലി കൊടുത്തിട്ടല്ല, നമ്മുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ പച്ചക്കറി അരിയാച്ചാൽ അവർ അരിയാൻ കൂടും, ചക്ക നേരെയൊക്കെ വെച്ചാൽ ചക്ക നേരെയാക്കാൻ കൂടും, കൃഷിയുള്ള വീടാണ് നമ്മൾ അരി ചേറുകയാണ് അല്ലെങ്കിൽ നെല്ല് ഇതാക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടും. ഇതൊന്നിനും നമ്മൾ കൂടുതൽ അവർക്ക് കൂലിയായിട്ട് പണം കൊടുത്തിട്ടല്ല, നമ്മുടെ കൂട്ടത്തു കൂടെ അവർ കൂടും. അപ്പോൾ ആ ഒരു കാലഘട്ടം ഇന്നില്ല. ഇന്ന് പണം കൊടുത്താൽ പോലും നമുക്കൊരാളെ പണിക്ക് കിട്ടാത്ത കാലഘട്ടം ാണ്. നമ്മുടെ ആരോഗ്യവും അതനുസരിച്ച് പണ്ട് കാലത്തെ പോലെയല്ല, തീരെ മോശമായിരിക്കുകയാണ്. ഒരു 10-30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ട് അല്ലേ. നമുക്ക് എല്ല് തേയ്മാനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ആയിക്കോട്ടെ, ഓരോ രീതിയിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണ്ടുള്ളവരുടെ പോലെ കഷ്ടപ്പെടാനും കാര്യങ്ങൾക്കും ഇന്നത്തെ തലമുറയ്ക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് മാത്രമല്ല, നമുക്കൊരാളെ കൂലി കൊടുത്താൽ പോലും കിട്ടാത്ത ഒരു കാലമാണ് അല്ലേ. ചിലപ്പോൾ നമ്മളൊരു ഹോം നേഴ്സിനെ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ വേറൊരു നമ്മൾ അറിയാത്തൊരു വ്യക്തിനെ വയ്ക്കാമെന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസത അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പേടിക്കന്നെ വേണം അല്ലേ. എത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പേടിക്കന്നെ വേണം. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ആവട്ടെ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകും. അപ്പോൾ പ്രായമായവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നമുക്ക് മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് പെരുമാറാനും അതനുസരിച്ച് അവരോടൊത്ത് നമ്മൾ സഹകരിച്ച് പോകാനും നമ്മൾ ശ്രമിക്കന്നെ വേണം അല്ലേ. അല്ലാതെ നമ്മളിപ്പോഴും ആ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെന്നെ വളർത്തിയുണ്ടാക്കിയത്, അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ഇന്ന് കാര്യമില്ലല്ലോ. ഇന്നിപ്പോൾ മിക്കവർക്കും ജീവിതശൈലി രോഗങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മളല്ല, നമ്മുടെ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും അവരുടെ ചെറുപ്പകാലത്ത് നമ്മുടെ ഒന്നും കാലഘട്ടം പോലെയല്ല. ഒരുപാട് കൃഷി കാര്യങ്ങൾ, പറമ്പ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പറമ്പിൽ കളയ്ക്കും, ആണുങ്ങളാകുമ്പോൾ പറമ്പിൽ കളയ്ക്കും, പെണ്ണുങ്ങളാകുമ്പോൾ നമുക്ക് വിറക് പറക്കലും കാര്യങ്ങളും, അടുപ്പിൽ താഴെ ചിലപ്പോൾ ഉണ്ടാവും അടുപ്പ്, പിന്നീട് അത് ഉയർന്നിട്ട് ആയി, പാതയമറം ഉയർന്നിട്ട് അങ്ങനെയൊക്കെ ആയ ഒരു കാലഘട്ടം വന്നു. അപ്പോൾ ഈ താഴെ ഇരുന്ന് അടുപ്പ് കത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് നല്ലപോലെ അതൊരു വ്യായാമമായിരുന്നു. കാരണം ഇരുന്നിട്ട് കത്തിക്കലും കാര്യങ്ങളും പണികളും എല്ലാം കൂടി ആകുമ്പോൾ അതൊരു വ്യായാമമായിരുന്നു. പിന്നെ അമ്മിയിൽ അരയ്ക്കുക, വെള്ളം കോരുക, ഇതൊക്കെ സ്ത്രീകൾക്കൊരു വ്യായാമമായിരുന്നു കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയില്ല. ഇന്ന് ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാം സ്റ്റൗവിൻ്റെ മുകളിൽ നമ്മൾ വെക്കണു, സ്വിച്ച് ഇട്ടാൽ മോട്ടർ ഓടണു, സ്വിച്ച് ഇട്ടാൽ മിക്സിയിൽ അരയ്ക്കണു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ശാരീരികമായ അധ്വാനങ്ങൾക്ക് വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണം. അപ്പോൾ ജിമ്മിൽ പോവുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഓടാം, ഇതൊക്കെ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് വേണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിതശൈലി രോഗങ്ങളിൽ ഷുഗർ ഇന്നിപ്പോൾ എല്ലാവർക്കും ഉണ്ട്. പാരമ്പര്യം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. പാരമ്പര്യം അല്ലെങ്കിൽ പോലും എല്ലാവർക്കും ഷുഗർ വന്നുപെടുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതശൈലി അങ്ങനെയൊക്കെയാണ്, നമ്മുടെ ഭക്ഷണ രീതി അങ്ങനെയൊക്കെയാണ്. ആ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടും മണ്ണും വീണ്ണും മനുഷ്യനും എല്ലാം മാറുന്നത് പോലെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ അമ്ലാംശമൊക്കെ മാറ്റം വന്നു. അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മണ്ണിലെ നല്ല നല്ല വളങ്ങളെല്ലാം ഒലിച്ചു പോയിട്ട് ഒട്ടും വളക്കൂറില്ലാത്ത മണ്ണാണ് നമ്മുടേത്. അപ്പോൾ അതിന് നമ്മൾ വളമായിട്ടാണ് കൊടുക്കേണ്ടി വരിക. അതുപോലെ നിങ്ങളൊരു കുമ്പളങ്ങ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വെള്ളരിക്ക ആയിക്കോട്ടെ വാങ്ങി വെച്ച് നോക്കൂ, അത് 2 ദിവസം കൊണ്ട് ചീഞ്ഞു പോകില്ല. ഇനി അഥവാ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട, പിറ്റേ ദിവസത്തേക്ക് തന്നെ കേട് വന്ന് പോകും. അപ്പോൾ അത്രയും വളങ്ങൾ ചേർന്നിട്ടുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഓരോ പച്ചക്കറിയും. ഇനിയിപ്പം മീനും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിലും വളങ്ങൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്, രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും അസുഖങ്ങൾ പിടിക്കും. അപ്പോൾ ഈ മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ശക്തിയില്ല. അപ്പോൾ 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റങ്ങൾ വരികയാണ്. അപ്പം നമ്മുടെ അമ്മൂമ്മമാരുടെ പ്രായം നമ്മുടെ അമ്മമാരെത്തില്ല, നമ്മുടെ അമ്മമാരുടെ പ്രായം നമ്മളെത്തുന്നില്ല. പിന്നെ മാത്രമല്ല കൂട്ടുകുടുംബത്തിൽ വളർന്ന നമ്മുടെ പ്രായമായ നമ്മുടെ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഓർമ്മയാണ്, അവരുടെ മുത്തച്ഛൻ്റെയും അല്ലെങ്കിൽ അവരുടെ അമ്മൂമ്മേനെയൊക്കെ അവർ വയ്യാതെ കിടക്കുമ്പോൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾ തിരിഞ്ഞു നോക്കണില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തെ തലമുറയിൽ നമ്മൾ പറയുന്നത്, മുതിർന്നവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കില്ല. അവർ നമ്മളെക്കാൾ കൂടുതൽ അവരുടെ ഫ്രണ്ട്സ് പറയുന്നതാണ് കേൾക്കുക. അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ആണെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതിനൊക്കെ വിശ്വാസം അവർക്കതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കണ്ട. പ്രായമാകുമ്പോൾ നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ മാറ്റം വരുത്തണം. കാരണം
എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാനത് വിട്ടുകൊടുക്കില്ല, എന്ത് വന്നാലും ഞാൻ തന്നെ ചെയ്യുള്ളൂ എന്നുള്ള നമ്മുടെ ചിന്താഗതി നമ്മൾ മാറ്റിയിട്ട് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കാര്യങ്ങൾ നമ്മൾ മക്കളെ ഏൽപ്പിക്കുക. നിങ്ങൾ ഇന്നമാതിരി ചെയ്തോളൂ, ഇങ്ങനെയാണ്. അതുപോലെ മക്കളെ നമ്മൾ അടക്കി പിടിച്ച് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾ ജീവിക്കാനായിട്ട് അവർക്ക് പ്രാപ്തി ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടേ കടന്ന് കതിരാവും എന്ന് പറയുന്ന പോലെ തന്നെ തുറന്നു വിട്ട് നമ്മൾ വളർത്തുന്നതാണ് നല്ലത്. തുറന്നു വിട്ട് വളർത്തുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കാണാനും പഠിക്കാനും, അതുപോലെ ജീവിതം നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നതല്ലോ ജീവിതം. ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് കഴിയുള്ളൂ. അപ്പം നമ്മൾ ചുരുക്കം നമ്മളിപ്പോൾ വടക്കാഞ്ചേരിയുള്ള ഒരു വ്യക്തി നമ്മുടെ മക്കളെ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ സീറ്റ് കിട്ടി അവിടെ ചേർക്കാനായിട്ടാണ് ശ്രദ്ധിക്കുക, പുറത്തേക്ക് വിടാനായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം അത്രയും പോലും നമ്മൾ എന്താ ചിന്തിക്കുന്നത്, നമ്മുടെ മക്കൾ അയ്യോ ബസ്സിൽ കയറി പോകണ്ടേ, തിക്കും തിരക്കും വേണ്ടേ, എസ് ടി കൊടുത്ത ചീത്ത കേൾക്കില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അവരെ അടുത്തുള്ള കോളേജിലോ സ്കൂളിലൊക്കെ വിടും. പക്ഷേ നേരെ തിരിച്ച് തൃശ്ശൂർക്കോ അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ സ്ഥലങ്ങളിൽ ദൂരെയുള്ള കോളേജുകളിലോ സ്കൂളുകളിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ വിദ്യാഭ്യാസത്തിന് അങ്ങനെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പോക്കും വരവന്നെ അവർക്കൊരു ജീവിത പാഠങ്ങളിൽ ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോന്നും അവർക്ക് സാമർഥ്യമായി കാര്യങ്ങൾ ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ളൊരു കഴിവ് കുട്ടികൾക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ അടക്കി പിടിച്ച് വളർത്തുന്തോറും അവർക്ക് ജീവിക്കാൻ അവർക്ക് പ്രാക്ടിക്കലായിട്ട് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതിനുശേഷം അവർ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുക അല്ലേ. ഒരു ആൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ചും കാര്യപ്രാപ്തി ഇല്ലാത്തൊരു കുട്ടിയായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മളങ്ങനെ പിന്നെ നശിക്കാനുള്ള കുട്ടികൾ നമ്മൾ അടക്കി പിടിച്ച് വളർത്തിയാലും നശിക്കും. നമ്മൾ പുറത്തേക്ക് ഫ്രീഡമായിട്ട് വിട്ട് കഴിഞ്ഞാലും അവർ നശിക്കാനുള്ളവർ നശിക്കും. അതൊക്കെ ഓരോ വിധിയും യോഗങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കണില്ല. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ നമ്മൾ അവരെ ഏൽപ്പിക്കുക. ഞാൻ ഇന്നമാതിരി നമ്മൾ നികുതി അടക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കി കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മുടെ മക്കളെ ഏൽപ്പിക്കുക. അവരുടെ ചിട്ടയായിട്ടും കൃത്യമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ. അങ്ങനെ ചെയ്താലാണ് അവർക്കും നാളെ ജീവിക്കാനൊരു പ്രാപ്തി ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അല്ലാതെ ഞാൻ എത്ര വയ്യാതെ അങ്ങനെ കട്ടിൻ്റെ മുകളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം, എൻ്റെ നിർബന്ധത്തിൽ എൻ്റെ വരുതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകണം, നമ്മൾ ശടിക്കരുത്. അപ്പോൾ പ്രായമാകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഭക്ഷണം നമ്മൾക്ക് എന്തുണ്ടാക്കി തന്നാലും നമ്മൾ കിട്ടിയത് തന്നെ ഭാഗ്യം എന്നുള്ളത് ചിന്തിച്ച് കഴിക്കുക. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ വെള്ളം കിട്ടുന്നതും കൂടി ഒരു ഭാഗ്യം എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ അവർ തരുന്ന ഭക്ഷണം മടി കൂടാതെ നമ്മൾ കഴിക്കുക. നമുക്ക് വേണ്ടെങ്കിലും നമ്മൾ കുറച്ച് കഴിക്കുക. ആരോഗ്യത്തിന് നമുക്ക് എന്തെങ്കിലും അകത്തേക്ക് ചെല്ലണ്ടേ, അപ്പോൾ അത് കഴിക്കുക. അല്ലാതെ തന്നതിനും ഇരുന്നതിനും എപ്പോഴും കുറ്റം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് തരാൻ താല്പര്യമില്ലാണ്ടാവും. മാനസികമായിട്ട് അവർക്ക് നമ്മളോട് വെറുപ്പും വരും. അത് സ്വാഭാവികമാണ്. അതിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ എന്തും ഏതും ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാൻ തന്നെ ചെയ്യണം എന്ന ചിന്താഗതി നമ്മുടെ മനസ്സൊന്ന് മാറ്റുക. നമ്മൾ ഇത്രയും പ്രായം വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി നമ്മൾ കുറച്ച് മാറി നിൽക്കുക, മറ്റു മക്കൾ ചെയ്യട്ടെ. ചിലപ്പോൾ അതിൽ തെറ്റുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ അവർക്ക് കാര്യപ്രാപ്തിയായിട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലും അത് ചെയ്യുമ്പോൾ നമ്മളത് ചിലപ്പോൾ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പം നമ്മളും കുറച്ചൊക്കെ കണ്ണടക്കുക. അപ്പോൾ ഇനിയുള്ള കാലം നമ്മൾ ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കണം. അതുപോലെ നമ്മൾ മിണ്ടാനും പാടില്ല. അങ്ങനെയൊക്കെ തന്നെ ആയാലാണ് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. എന്തും നമ്മൾ അവരോട് അരുത് അല്ലെങ്കിൽ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അത് ചെയ്തത് ശരിയല്ല, ഇത് ചെയ്തത് ശരിയല്ല, അങ്ങനെയല്ല ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് അവർ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ നിൽക്കണ്ട. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക. നേരത്തെ നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, നേരത്തെ നമ്മൾക്ക് മെഡിസിനുകൾ കഴിക്കുന്ന വ്യക്തികളാച്ചാൽ മെഡിസിൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വയ്യ എന്നുള്ളത് നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ ആ സമയം നമ്മളെ ഡോക്ടറെ കാണിക്കുന്നുണ്ടോ, അതന്നെ ഒരു ഭാഗ്യം. അത് ചിന്തിക്കുക, അത് മനസ്സിലാക്കിയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. തിരിച്ച് നമുക്ക് കിട്ടിയത് പോരാ, നമ്മളെ നോക്കിയത് പോരാ, നമ്മളെന്നെ നന്നായിട്ട് അങ്ങനെ ചെയ്തത് പോരാ. ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുത്തച്ഛനെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുപോലെ എനിക്കും കിടന്ന് നമ്മൾ കടുംപിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ആ കാലഘട്ടമല്ല ഇന്ന്. അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് നോക്കുന്ന മാനസികാവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ പ്രായമായവരെ നോക്കുമ്പോൾ അനുകമ്പയോടും സഹതാപത്തോടും അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെയില്ല. അവർക്ക് നമ്മൾ ചെയ്യുന്ന ചിട്ടകളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതിയിലോ പ്രവർത്തിക്കാനോ അവർക്ക് അറിയില്ല. അപ്പോൾ അവർ ചെയ്തു തരുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അപ്പോൾ
നമ്മളൊരു പ്രായം കടന്നു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റങ്ങൾ വരേണ്ട കാലഘട്ടമാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ സ്വയം പണിയെടുത്ത് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കും ശരീരത്തിന് വയ്യാതെ ആകുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കാം നമ്മൾ പണിക്ക് പോകുന്നത് നിർത്തുക. അപ്പോൾ അതുവരെയും നമ്മൾക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യത്തിലും അല്ലെങ്കിൽ നമ്മുടേതായ സന്തോഷത്തിലും നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. അതിനുശേഷം നമ്മുടെ സ്വാതന്ത്ര്യം സന്തോഷമൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ പലപ്പോഴും നമ്മുടെ മക്കളായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയാണെന്നുള്ള തോന്നലോ നമുക്ക് ഉണ്ടാവില്ല. എന്നാലും നമ്മളതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തന്നെ പറ്റുള്ളൂ. നമ്മളെപ്പോഴും മുഖം വീർപ്പിച്ചിട്ടും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേണ്ട, അതാണ് നല്ലത് ഇതാണ് നല്ലതെന്ന് എപ്പോഴും പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. നമ്മൾ എത്രമാത്രം ഉണ്ടായിരിക്കും നമുക്ക് ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ് നമുക്കറിയില്ല, അല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങളാണ് ഓരോരുത്തർക്ക് വരിക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം തന്നെ നമ്മൾ കാണിച്ചാൽ അവർക്കും ചെയ്തു തരാനും അതുപോലെ അവർക്കും നമ്മളെ നോക്കാനായിട്ടും ഒരു സന്തോഷമൊന്നും ഉണ്ടാവില്ല, എങ്കിലും വെറുപ്പില്ലാതോട് കൂടിയിട്ട് നമുക്ക് ചെയ്തു തരാൻ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളെ നോക്കാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ആ മക്കളെ നോക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ കടമയാണ്. അവർക്ക് തിരിച്ചും അതുപോലെ നമ്മൾ പ്രായമാകുമ്പോൾ നോക്കാനുള്ള ഒരു കടമ ഉണ്ട്. നോക്കുന്നവർ നോക്കും, അല്ലാത്തവർ നോക്കില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പെരുമാറി പോകാൻ തന്നെ പറ്റുള്ളൂ. അല്ലാതെ നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് നോക്കിയതല്ലേ എന്താ എന്നെ നോക്കിയ എന്നുള്ള ചോദ്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ആ നിർബന്ധ ബുദ്ധി നമ്മുടെ മാറ്റി വെക്കുക വേണം. അങ്ങനെ മാറ്റി വെച്ചാൽ തന്നെയാണ് നമുക്ക് ജീവിച്ച് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും ക്ഷമയും അതുപോലെ തന്നെ എന്ത് കിട്ടിയാലും മിണ്ടാതിരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ വെള്ളമാണെങ്കിലും മിണ്ടാതിരുന്ന് കുടിക്കാം എന്ന ചിന്താഗതിയോട് ജീവിക്കാച്ച മാത്രം നമുക്ക് ജീവിച്ച് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക വേണം. നമുക്കതിന് ക്ഷമയും വേണം, നമുക്കതിന് നമ്മളത് ചെയ്യുക, അല്ലെങ്കിൽ അവർ ചെയ്ത് തന്നെ സന്തോഷം കണ്ടെത്തണം. എന്നാൽ തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ആവുള്ളൂ. കാര്യം നമ്മൾ താഴേക്കും മേലോട്ടും അതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ട് ജീവിക്കുകയെന്ന് വെക്കൂ. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ഇനിയുള്ള കാലഘട്ടത്തിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പം എന്തെങ്കിലും വന്നോ അതായിക്കോട്ടെ പൊക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചോ അത് നാശമായി കളയാം. പക്ഷെ നമ്മുടെ ചെന്നാൽ അങ്ങനെ നമ്മൾ 10 രൂപ നശിപ്പിക്കുമ്പോൾ അയ്യോ അത് നാശമായി പോവും, അല്ലെങ്കിൽ അങ്ങനെയാണ് വെച്ചിട്ട് ചിലപ്പോൾ അത് ഭക്ഷിക്കുന്ന വ്യക്തികളുണ്ട്. ചുരുക്കം ഞാൻ പറയാറുണ്ട്, ഒരു മാങ്ങയാണെങ്കിൽ പോലും താഴെ വീണ് കഴിഞ്ഞാൽ കഴിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് പറ്റുമോ? പറ്റില്ല. അപ്പോൾ കാലങ്ങളും അതുപോലെ ഭൂമിയും എല്ലാം മാറ്റങ്ങളാണ്. അപ്പോൾ ആ മാറ്റങ്ങളിലൂടെ നമ്മൾ പോയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കും മാറ്റങ്ങൾ അങ്ങനെ വന്നേ പറ്റുള്ളൂ. നമ്മൾ ശടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ മാറ്റങ്ങളിലൂടെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നേ വേണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.